ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും മാധവാനുഭവം കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അനന്തകോടി നമസ്കരിച്ചുകൊണ്ട് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാളെ സങ്കടഹര ചതുർത്ഥി ദിവസമാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാനും അനുഗ്രഹം കിട്ടാനും ഏറ്റവും ഉത്തമമായൊരു ദിവസമാണ് സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത്. ഗണപതി ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണല്ലോ. ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ അനുഗ്രഹം എത്രയും പെട്ടെന്ന് നമുക്ക് ലഭിക്കാനും ഏറ്റവും ഉത്തമമാണ്. ഭഗവാന്റെ എന്നെ വ്രതമെടുത്തോ അല്ലെങ്കിൽ ഒരിക്കലൂണ് കഴിച്ചോ നമുക്ക് ഈ ഒരു സങ്കടഹര ചതുർത്ഥി ആചരിക്കാവുന്നതാണ്. നമുക്ക് പലതരത്തിലുള്ള ഇതേ രീതിയിൽ തന്നെ ആചരിക്കണമെന്നൊരു നിർബന്ധവുമില്ല. നമുക്ക് എങ്ങനെയാണോ ഭഗവാനെ ആചരിക്കാൻ, ഭഗവാനെ എന്നോട് പ്രാർത്ഥിക്കാൻ നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു ദിവസം ആചരിച്ചാൽ മതിയാവും. അതായത് മരുന്ന് കഴിക്കുന്നവരുണ്ടാവാം, പലതരം അസുഖങ്ങളോ ഉള്ളവരുണ്ടാവാം, മെഡിസിൻ കഴിക്കുന്നവരും അതുപോലെ ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അവരൊന്നും ഈ വ്രതം എടുക്കണമെന്നോ ഭഗവാൻ ഒരിക്കലും ആരോടും അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളുടെ ശാരീരിക സ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ വ്രതം എടുക്കുക. പറ്റുമെങ്കിൽ വ്രതം എടുക്കാം, അല്ലെങ്കിൽ ഒരിക്കലൂണായിട്ടോ അല്ലെങ്കിൽ ഒന്നും പറ്റാത്തവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. സാധാ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ദിവസം ആചരിക്കാവുന്നതാണ്. ഈ ഒരു ദിവസം നമുക്ക് ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത് അതിഉത്തമമാണ്. അതുപോലെ ഭഗവാനെ കറുകമാല വഴിപാട് സമർപ്പിക്കാം. ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ഈ ഒരു ദിവസങ്ങളിൽ നാളെ ഇപ്പോൾ വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പോൾ വർക്ക് ചെയ്യാനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ എന്താ ചെയ്യുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് കൊണ്ടും നമുക്ക് ഈ ഒരു ദിവസം ആചരിക്കാം. രാവിലെ നമ്മൾ പറ്റുമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് നമുക്ക് നെയ്വിളക്ക് തെളിയിക്കുക. അതുപോലെ നെയ്വിളക്ക് തെളിയിക്കണം എന്ന് നിർബന്ധവുമില്ല. നമുക്ക് സാധാരണ എണ്ണയിട്ട് വിളക്ക് തെളിയിക്കാം, ചിരാതുകളിലും തെളിയിക്കാം. ഭഗവാന്റെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ നമ്മൾ പറ്റുന്നവരാണെങ്കിൽ നെയ്വിളക്ക് തന്നെ തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഭഗവാനെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ സങ്കടങ്ങളെല്ലാം ഭഗവാനെ മാറ്റിത്തരണേ, എൻ്റെ സങ്കടങ്ങളിൽ നിന്നെല്ലാം ഉയർത്തണമേ എന്ന് മനമുരുകി നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളിൽ നമ്മുടെ ഗണപതി ഭഗവാൻ പ്രസാദിക്കുന്നതായിരിക്കും. ഈ ഒരു ദിവസത്തിൽ നമ്മൾ വൈകിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോഴും നമുക്ക് ഇതേ രീതിയിൽ പറ്റുമെങ്കിൽ നെയ്വിളക്ക് തെളിയിക്കാം, ഇല്ലെങ്കിൽ എണ്ണയൊഴിച്ച് തിരിയിട്ടിട്ട് വിളക്ക് തെളിയിക്കാം, ചെരാതുകളിലും തെളിയിക്കാം. തെളിയിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭഗവാന്റെ മുന്നിൽ, ഭഗവാൻ മധുരപ്രിയനാണല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഗണപതി ഭഗവാൻ മധുരപ്രിയനാണ്. നമുക്ക് മധുരം എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കാം. മോദകമോ പായസമോ അതുപോലെ ഉണ്ണിയപ്പം അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ഭഗവാന് നേദ്യമായിട്ട് സമർപ്പിക്കാം. ഇല്ലെങ്കിൽ ഒന്നും കഴിയാത്തവരാണെങ്കിൽ ഭഗവാൻ ഒരു പഴമെങ്കിലും സമർപ്പിച്ചിട്ട് ഭഗവാന് മനസ്സിൽ നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ സങ്കല്പിച്ച് നേദ്യമായിട്ട് സമർപ്പിച്ച ശേഷം നമ്മൾ പുറത്ത് പോയിട്ട് ചന്ദ്രഭഗവാനെ കണ്ടിട്ട് നന്നായിട്ട് ഗണപതി ഭഗവാനെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചിട്ട് നമ്മളുടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവും. എല്ലാ ചതുർത്ഥി ദിവസങ്ങളിലും നമ്മൾ എന്താ പറയുക, ചന്ദ്രഭഗവാനെ കാണരുത് എന്നാണ് പറയുക. പക്ഷേ ഈ ഒരു ദിവസം നമ്മൾ ചന്ദ്രഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട്, ഭഗവാനെ എല്ലാ സങ്കടങ്ങളിലൂടെ ഉഴലുന്ന ഒരാളാണ് ഞാൻ, എൻ്റെ എല്ലാ സങ്കടങ്ങളും ഭഗവാനെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ
ഉയർത്തണമേ, എൻ്റെ കൂടെ ഉണ്ടാവണമേ, എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരണമേ എന്ന് നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു നോക്കൂ. ഈ ഒരു പ്രാർത്ഥന ഭഗവാന് കേട്ട് നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു ദിവസം ജപിക്കാനുള്ളൊരു മന്ത്രം ക്ഷിപ്ര ഗണപതി മന്ത്രമായ ഗം ക്ഷിപ്രപ്രസാദനായ നമ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓം ഗം ഗണപതയെ നമാന്നോ, ഓം ശ്രീ ഗണേശായ നമാന്നോ, ഇതിലേതെങ്കിലും ഒരു മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രം 108 തവണ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 108 തവണ നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, നമ്മളുടെ ഭക്തി എങ്ങനെയാണോ, നമ്മൾ ഗണപതി ഭഗവാനെ ആയാലും പൊന്നു ഗുരുവായൂരപ്പനെ ആയാലും നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഏത് രീതിയിലാണോ ഭഗവാന്റെ കാൽപാദങ്ങളിൽ വീണപേക്ഷിക്കുന്നത്, ഈ രീതിയിലാണ് നമുക്ക് നമ്മളുടെ ഭഗവാൻ അനുഗ്രഹം തരുന്നത്. നമ്മളുടെ മനസ്സിലുള്ള ഭക്തി അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഗണപതി ഭഗവാൻ. എത്രയും പെട്ടെന്ന് നമുക്ക് അനുഗ്രഹവും തരും. അപ്പോൾ ഈ ഒരു ദിവസം അതിവിശേഷമായൊരു ദിവസമാണ്. നിങ്ങളെല്ലാവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അനുഗ്രഹം നേടിയെടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ അനന്തകോടി നമസ്കരിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.